കാട്ടരുവിയുടെ തീരത്ത് ഭീമു എന്നൊരു കരടിക്കുട്ടൻ ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ പേടിപ്പിക്കുകയായിരുന്നു അവന്റെ വിനോദം. ഒരു ദിവസം ഭീമു കാട്ടരുവിയുടെ അടുക്കിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ചൊങ്കൻ കരടി കാട്ടരുവിയുടെ അരികിലെ ഒരു പാറയിൽ ചാരിയിരിക്കുന്നത് കണ്ടത്. ഹിഹി, കരടിച്ചേട്ടനെ ഒന്ന് പേടിപ്പിക്കാം, ഭീമു വിചാരിച്ചു. എന്നിട്ട് അവൻ കരടിയുടെ അരികിലെത്തിയിട്ട് ഒറ്റ കരച്ചിൽ. പേടിച്ചു വിറച്ച കരടി ഉയ്യോ ഉമ്മോന്ന് കരഞ്ഞ് ചാടി എണീറ്റു. വെപ്രാളത്തിനിടയിൽ കാൽ തെറ്റി അവൻ കാട്ടരുവിയിൽ വീണു. പിന്നീട് ഒരു വിധത്തിലാണ് കരടി കരയ്ക്ക് കയറിയത്. ദുഷ്ടാ, നീ ഇതിനെ അനുഭവിക്കും എന്ന് പറഞ്ഞിട്ട് കരടി വീട്ടിലേക്ക് മടങ്ങി. ആ ദിവസം ഭീമു കാട്ടിലെ ചതുപ്പിനടിയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് കോക്രി തവളയെ കണ്ടത്. അവൻ കുളക്കരയിലെത്തിയപ്പോൾ തവള പറഞ്ഞു, ചേട്ടാ ഇങ്ങോട്ട് വാ, നമുക്ക് നീന്തി കളിക്കാം. ഭീമുവിന് അതത്ര പിടിച്ചില്ല. എന്നെ കളിയാക്കുന്നോടാ. അവൻ ചതുപ്പിലേക്ക് ഇറങ്ങി. പക്ഷെ അവന്റെ 2 കാലുകളും ചതുപ്പിൽ കുടുങ്ങി. അയ്യോ മേ, അവൻ പറഞ്ഞു. അത് കണ്ട് തവള പറഞ്ഞു, മറ്റുള്ളവരെ പേടിപ്പിക്കുന്നതിനുള്ള ശിക്ഷയാണിത്. ഇതിന്റെ ഗുണപാഠം എന്താണ്? മറ്റുള്ളവരെ ദ്രോഹിച്ചാൽ തിരിച്ചും ശിക്ഷ കിട്ടും.